ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമുക്ക് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ച് എങ്ങനെയാണ് ഒരു അടിപൊളി നല്ല കളർ കിട്ടുന്ന മെഹന്തി ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ടി ചെറിയ ജീരകം 1 സ്പൂൺ, വലിയ ജീരകം 1 സ്പൂൺ, 2 സ്പൂൺ തേയിലപ്പൊടി അല്ലെങ്കിൽ കോഫി പൗഡർ നമുക്ക് എടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് 2 സ്പൂൺ ഷുഗറാണ്. ഷുഗർ അല്ലെങ്കിൽ അതിന് പകരമായിട്ട് ശർക്കര എടുക്കാം. ഇത് ചെറിയ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. ഒരു പാത്രത്തിൻ്റെ നടുക്കേക്ക് ഒരു ടീൽ പീസ് വെച്ച് ചുറ്റുഭാഗവും ഈ പൊടിയൊന്ന് ഇടുക. അതിന് നടുക്കേക്ക് ഒരു പാത്രം വയ്ക്കുക. അതിന് മുകളിൽ ഒരു വലിയ പാത്രം വെച്ചിട്ട് അതിനകത്ത് നമ്മൾ തണുത്ത വെള്ളം ഒന്ന് ഒഴിക്കുക. അപ്പോൾ ഈ തണുത്ത വെള്ളത്തിൻ്റെ തണുപ്പൊന്ന് മാറുമ്പോഴാണ് ഇത് കറക്റ്റ് സെറ്റായെന്ന് മനസ്സിലാവുക. അപ്പോൾ അതൊന്ന് തുറന്നിട്ട് ആ ചൂടൊന്ന് പോയിട്ട് അതൊന്ന് തുറക്കുക. തുറക്കുമ്പോൾ അതിൻ്റെ നീരാവിയിലെ വെള്ളം എല്ലാം ഇറങ്ങിയിട്ട് ഇതുപോലെ നമുക്ക് ഒരു ഡാർക്ക് കളറിലുള്ള ലിക്വിഡ് കിട്ടും. ഇതാണ് നമ്മുടെ മെഹന്തിക്ക് നല്ല ഡാർക്ക് സ്ട്രെയിൻ കൊടുക്കുന്നത് കേട്ടോ. അതൊന്ന് അരിച്ചെടുത്ത് വെക്കുക. അരിച്ചെടുത്ത് വെച്ചതിന് ശേഷം അതിനകത്തേക്ക് മൈദപ്പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. മൈദപ്പൊടി നമ്മുടെ ആവശ്യാനുസരണം ഇടാം. നമുക്ക് ഏത് രീതിയിലുള്ള കൺസിസ്റ്റൻസിയാണ് വേണ്ടതെന്നനുസരിച്ച് മൈദപ്പൊടി ലിക്വിഡ് ഇച്ചിരി കട്ടിയാക്കണമെങ്കിൽ ഇച്ചിരി കൂടുതൽ മൈദപ്പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇത് കോൺ ഉണ്ടാക്കുന്ന രീതിയിലാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിത് ചെയ്യുന്ന പാത്രം എന്ന് പറയുമ്പോൾ പഴയ പാത്രം തന്നെ എടുക്കണം കേട്ടോ. അല്ലെങ്കിൽ പാത്രം കരിഞ്ഞു പിടിച്ച് എന്തായാലും നശിക്കും. അപ്പോൾ അത് പഴയ പാത്രം എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഞാൻ ഇതുപോലെ ഇങ്ങനെ കോണാക്കി എടുത്തിട്ടുണ്ട്. കോണാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അപ്ലൈ ചെയ്യാനായിട്ട് വളരെയധികം എളുപ്പമായിരിക്കും. എൻ്റെ കയ്യിൽ ഓൾറെഡി ഞാൻ മെഹന്തി ഇട്ടിട്ടുണ്ട്. ഇതിപ്പോൾ ഇല മൈലാഞ്ചിയാണ്, അതിന് മുകളിലാണ് ഞാനിതൊന്ന് അപ്ലൈ ചെയ്യുന്നത്. അതപ്പോൾ ഇതിട്ടിട്ട് നമ്മൾ രാത്രി ഇട്ടിട്ട് രാവിലെ കഴുകുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. പക്ഷേ എനിക്കങ്ങനെ പറ്റിയില്ല. ഇത് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഉള്ള രൂപമാണ് കാണുന്നത്. ഈ സമയപ്പോൾ എനിക്ക് കഴുകേണ്ടി വന്നു കേട്ടോ. ഈ സമയം കഴുകിയപ്പോൾ ഒരു ഓറഞ്ച് കളറാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ അങ്ങനെ ഈ ഒരു കളറാണ് കിട്ടിയത് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമമുണ്ടായി, ഇനി ഇതിപ്പോൾ ചുമക്കില്ലേ എന്ന്. അപ്പോൾ പിറ്റേ ദിവസം നോക്കുമ്പോൾ നല്ല രീതിയിലുള്ള നല്ല അടിപൊളി ഒരു റെഡ് കളർ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് മനസ്സിലായത് ഈ മെഹന്തി ഇരിക്കും തോറും കളർ ഇങ്ങനെ കൂടുകയാണ്. അപ്പോൾ ഈ വീഡിയോയുടെ തുടക്കത്തിൽ കാണുന്നത് ഇപ്പോൾ ഉള്ള എൻ്റെ മെഹന്തിയുടെ സ്റ്റേജാണ് കേട്ടോ. അതായത് ഇപ്പോൾ ഇട്ടിട്ട് ഒരു 5-6 ദിവസം ആകുമ്പോൾ